എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കസിൻസിൻ്റെ കല്യാണം എന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയ പുതിയ വെബ് സീരീസിൻ്റെ റിവ്യൂ ആണ്. 4 എപ്പിസോഡ് വന്നിട്ടുള്ളൂ. ഒരു എപ്പിസോഡ് 20 മിനിറ്റ്. ഇനിയും എപ്പിസോഡുകൾ വരാം. സോ ഈ 4 എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. കസിൻസിൻ്റെ കല്യാണം മലയാളം വെബ് സീരീസാണ്. പെട്ടെന്ന് ജിയോ ഹോട്ട്സ്റ്റാർ നോക്കിയപ്പോൾ ഒന്നും കാണാണ്ടായില്ല. അപ്പം ഞാൻ ഇത് കണ്ടതാണ്. സംഭവം പെട്ടെന്ന് തീരും, കാരണം 4 എപ്പിസോഡല്ലേ ഉള്ളൂ, 20 മിനിറ്റേ ഉള്ളൂ. സംഭവം കുറച്ച് കസിൻസിൻ്റെ കഥയാണ്. ഒരു 6 കസിൻസ്, അവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. അതിൽ ഒരുത്തൻ്റെ കല്യാണം. അപ്പം ഈ കസിൻസ് എല്ലാം കൂടി അതിനൊരു പാര വെക്കുന്നു. അതിനൊരു വേറൊരു വലിയൊരു റീസൺ ഉണ്ട്. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. സോ ബേസിക്കലി ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഇതൊരു ലൈക്ക് സീരിയല് അതൊക്കെ കണ്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിനൊരു വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ആ ഒരു ഫോർമാറ്റിലാണ് ഈ സംഭവം പോയേക്കുന്നത്. അതിൻ്റെ ഒരു മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു പാട്ടാണെങ്കിലും എല്ലാവരും സീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇത് നന്നായിട്ട് ബോധിക്കും. എനിക്ക് പേഴ്സണലി ഇതത്ര ഇഷ്ടമായില്ല. ഭയങ്കര ഡ്രമാറ്റിക് ആണ്. ഇതിൻ്റെ ഡബ്ബിങ് പോരാ. പിന്നെ അഭിനയം ഭയങ്കര ആവറേജ്, ക്വാളിറ്റി ഒരു ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആണ്. ഇതിൽ ചന്തു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ചെക്കൻ്റെ അഭിനയം മാത്രം കൊള്ളാം. ബാക്കി എല്ലാവരും വളരെ ഒരു ആവറേജ് ടൈപ്പായിട്ട് തോന്നിയത്. ആ ചെക്കൻ മാത്രം എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തോന്നിയുള്ളൂ ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്. ബട്ട് ദിസ് സീരീസ് ഈസ് ലൈക്ക് റിയലി ആവറേജ്. ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണം എന്ന് വെച്ചെന്ന് പറയുമ്പോൾ 4 എപ്പിസോഡ് ഉണ്ടെങ്കിലും ഓരോ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ഹുക്ക് ഉണ്ട്. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടിയുള്ളൊരു ഹുക്ക് അത് ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള മേജർ പ്ലസ് പോയിന്റ്. ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് കാണാൻ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സംഭവം അവർ പണിത് വെച്ചിട്ടുണ്ട് ഒരു എപ്പിസോഡിൽ, ഇതിൻ്റെ അറ്റത്ത് വെച്ച്. അങ്ങനെ 2ാമത്തെ എപ്പിസോഡിനും 3ാമത്തെ എപ്പിസോഡിനും ആ സംഭവമുണ്ട്. 4ാമത്തെ എപ്പിസോഡിനും ആ ഒരു സാധനമുണ്ട്. കണ്ടവർക്ക് എന്തായാലും കലങ്ങും. അപ്പോൾ 5ാമത്തെ എപ്പിസോഡ് കാണാനുള്ളൊരു ത്വര ഉണ്ടാവും. പക്ഷെ അത് വന്നിട്ടില്ല, കാരണം 4 എപ്പിസോഡേ വന്നിട്ടുള്ളൂ. കഥ ആ ഒരു പോർഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് കാണാം. പക്ഷേ എൻ്റെ ഫാമിലിക്ക് അത്ര പിടിച്ചില്ല. അവർ ആ പിള്ളേരെയൊക്കെ ചീത്ത വിളിച്ച് എന്ത് ഓവർ ആക്ടിങ് ആണ്, ഈ സീരിയൽ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് അവർ കുറേ പറഞ്ഞു. അങ്ങനെ എനിക്കത് മാറ്റേണ്ടി വന്നു. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കാണേണ്ടി വന്നു ആ ഒരു സാധനം. കാരണം എനിക്ക് വീഡിയോ ഉണ്ടാക്കണമെന്ന്, ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇത് സീരിയലുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഹാങ് ഔട്ട് ചെയ്യണം, ഒരു കസിൻസിൻ്റെ ഒപ്പം ഹാങ് ഔട്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് കാണാം. ഫോർ മീ ഇറ്റ്സ് വെരി ആവറേജ് ടു ബാഡ് എന്ന് പറയാൻ അത്ര ഇല്ലെങ്കിലും ഭയങ്കര ആവറേജ് പാസിബിൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ഫണ്ണായിട്ടുള്ള സംഭവം. ഫൺ എനിക്ക് അത്ര തോന്നിയില്ല. തമാശ കോമഡി എനിക്ക് അത്ര വർക്കായില്ല. ഒരു കോമഡി എങ്ങാണ്ട് വർക്കായത്. ബേസിക്കലി ഇറ്റ്സ് പാസിബിൾ. നമുക്ക് ടൈം പാസിന് വേണ്ടി വെറുതെ ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടിയും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ സംഭവം കാണാം. പിന്നെ വേറൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. ഓരോ എപ്പിസോഡും പെട്ടെന്ന് തീർന്നു പോവും. ആൻഡ് അത്രേ ഉള്ളൂ. സോ ഇനി എപ്പിസോഡ് വന്നാൽ മേ ബി റിവ്യൂ ഇടാം, മേ ബി ഇടില്ല, because it's a very passable സംഭവം. So thank you for watching this video. Hope it is not a passable video. Bye.